അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു പുസ്തകമായിട്ട് കർത്താവ് എന്നെ എൻ്റെ അടുക്കൽ അയച്ചു. അപ്പൊ ആ പുസ്തകം തരുന്ന അവസരത്തില് ആ പ്രിയ വ്യക്തി എന്നോട് പറഞ്ഞു, മോളെ ഈ പുസ്തകം വായിക്കണം, മോൾ എഴുന്നേറ്റ് നടക്കും പറഞ്ഞു. എന്തുകൊണ്ടിത്തരം ഒരവസ്ഥ നേരിട്ടുവെന്ന് നിരാശയിൽ നിന്നും പൊങ്ങി വന്നതാ. അവളുടെ ചോദ്യത്തിന് ഉത്തരവുമായി ചാരേ എത്തി, പ്രത്യാശയും ജീവമൊഴികളുമായി ക്രിസ്തേശുനാഥൻ. അങ്ങനെ 25ഓളം കവിത എഴുതി. കർത്താവിന്റെ കൃപയാൽ 14ഓളം പാട്ടുകൾ എഴുതി. അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. അപ്പൊ നല്ല പ്രകാശമുള്ള ഒരു ആകാശത്ത് വൃത്തനായ ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അപ്പൊ ഈ പുരോഹിതന്മാരൊക്കെ ധരിക്കുന്ന വേഷം പോലുള്ള ഒരു വേഷം ഇട്ടുണ്ട്, കാൽപാദം വരെ ഇറക്കമുണ്ട്. അപ്പൊ ആ കാഴ്ച ഞാൻ ഇനി അമ്മയെ വിളിച്ച് കാണിക്കുക, ജനാലയിലൂടെ കാണിക്കുക, അമ്മേ അങ്ങോട്ട് നോക്ക് കണ്ടോന്നും പറഞ്ഞ് സന്തോഷത്തോടെ കാണിക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്തുവാന്ന് മനസ്സിലായില്ല. ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്തുവാന്ന്. ശാരീരിക പരിമിതി ജീവിതത്തിൻ്റെ ഒരു തോൽവിയായി കാണാതെ ദൈവിക സാക്ഷ്യത്തിൻ്റെ അത്ഭുതമായിട്ടുള്ള അനുഭവമാക്കി മാറ്റിയ ഷിജിയോടൊപ്പമുള്ള യാത്രയാണ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാത്രിയിൽ ഷിജിയും ഷിജിയെപ്പോലുള്ളവരുടെയും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഗുഡ് ന്യൂസ് ലൈവിൽ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഗുഡ് ന്യൂസ് ലൈവിലൂടെ ഷിജിക്ക് സമാനമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടാനും മറക്കേണ്ടതില്ല. നമുക്ക് വീണ്ടും ഷിജിയിലേക്ക് തന്നെ പോകാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് നിർത്തിയത് ഷിജിയുടെ ബാല്യം, ഷിജിയുടെ കൗമാര കാലത്താണ്. ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരുപാട് കൂട്ടുകാർ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള നല്ല അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ജീവിതത്തിൽ ഒരല്പം പോലും മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത ജീവിതാവസ്ഥയിലൂടെ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അനേകരുടെ ചേർത്ത് പിടിക്കലും കൈത്താങ്ങലും നല്ല കൂട്ടുകാരുടെ സ്നേഹവും നല്ല അധ്യാപകരുടെ കരുതലുമൊക്കെ ഷിജിയുടെ മനസ്സിന് കൊടുത്ത ധൈര്യവും തനിക്ക് കൊടുത്ത സന്തോഷവും തൻ്റെ ജീവിതത്തിൽ നൽകിയ ബാല്യകാലത്തെ അനുഭവങ്ങളും അക്ഷരത്തെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. തൻ്റെ അമ്മ അംഗൻവാടിയിൽ എടുത്തുകൊണ്ടുപോയി തൻ്റെ അപ്പൻ, തൻ്റെ പിതാവ് തന്നെ സൈക്കിളിൽ കയറ്റി 7ാം ക്ലാസ് വരെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടു. ആ ജീവിത സാഹചര്യത്തെയെല്ലാം വിജയകഥകളാക്കി മാറ്റിയ ഷിജി 7ാം ക്ലാസ്സിന് ശേഷം തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും തൻ്റെ വീടിനകത്തെ ഒറ്റമുറിക്കുള്ളിലെ കട്ടിലിനകത്ത് കഴിച്ചു കൂട്ടുകയാണ്. നമുക്കവിടെ മുതലുള്ള കഥ തുടർന്ന് ഷിജിയിൽ നിന്ന് തന്നെ കേൾക്കാം. ഷിജി, അപ്പോൾ ഷിജി 7ാം ക്ലാസ് വരെ സ്കൂളിലൊക്കെ പോകാൻ പറ്റി. ഒരുപാട് കൂട്ടുകാർ, ടീച്ചർമാരെല്ലാം ഉണ്ടായിരുന്നു. പ്രകൃതി, മനോഹരമായ കാഴ്ചകൾ, സന്തോഷം എല്ലാം കിട്ടി. പരിമിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് കഴിഞ്ഞ് ഷിജിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഈ ചെറിയ ലോകത്തേക്ക് ചുരുങ്ങിയപ്പം എങ്ങനെയായിരുന്നു ഷിജിയുടെ മാനസികാവസ്ഥ? എങ്ങനെ ഷിജി ഇതിനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോയി? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാലോ. ഒരു ജീവിതത്തിലൊരു പ്രാവശ്യം എനിക്ക് നിരാശ അനുഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വല്ല തേച്ച് മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് കർത്താവ് എന്താ എൻ്റെ ജീവിതം ഇങ്ങനൊരവസ്ഥ വന്നത്. അപ്പം എനിക്കറിയാം കർത്താവിനല്ല എൻ്റെ ഉത്തരം അറിയത്തുള്ളൂ, കർത്താവിന് ചോദ്യം ചെയ്യാം, ഉത്തരം അറിയാവുന്നത് കർത്താവ്. അപ്പൊ കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു പുസ്തകമായിട്ട് കർത്താവ് എന്നെ എൻ്റെ അടുക്കൽ അയച്ചു. അപ്പൊ ആ പുസ്തകം തരുന്ന അവസരത്തില് ആ പ്രിയ വ്യക്തി എന്നോട് പറഞ്ഞു, മോളെ ഈ പുസ്തകം വായിക്കണം, മോൾ എഴുന്നേറ്റ് നടക്കും പറഞ്ഞു. അപ്പൊ അന്നേരം ആ ഒരു പ്രയാസത്തിലിരുന്ന് എനിക്ക് ഇത് കേട്ടപ്പോൾ വന്ന വചനത്തിൽ നമ്മൾ പറയുന്നല്ലോ, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് പിന്നെ വെള്ളിത്താലത്തിൽ പൊന്നാരിങ്ങ പോലെ. അപ്പോൾ ആ ഒരു വാക്ക് എനിക്ക് കേട്ടപ്പോൾ അപ്പൊ നിരാശയിലായിരുന്നു എനിക്കൊരു ചൈതന്യം വന്നു. നടന്നോ നടന്നില്ലയോ എന്നതൊന്നും വിഷയമല്ല, പക്ഷെ ആ പറഞ്ഞ വാക്ക്. അപ്പൊ അത് പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം തന്നു. അപ്പൊ ഞാൻ പുസ്തകത്തിന്റെ പേര് വായിച്ചപ്പം പാളം തെറ്റിയ തീവട്ടി. അപ്പൊ ആ ഒരു അവസ്ഥ പോലായിരുന്നു
എൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു ലക്ഷ്യബോധമില്ല, എന്തോ ചെയ്യണമെന്നറിഞ്ഞോട്ടെ. അപ്പൊ പഠിക്കുവാണെങ്കിൽ അപ്പം ഞാൻ ഇപ്പോൾ കൂട്ടുകാരൊക്കെ പഠിച്ച് അവർ ജോലിയായി അങ്ങനെ. പക്ഷെ എന്നിൽ എന്താണ് ഞാനിരുന്ന് എന്താണ് ഒരു ലക്ഷ്യം മുന്നോട്ട് പോകാൻ എന്താണ്. അപ്പോൾ അത് അങ്ങനെ ആ പുസ്തകം കിട്ടി. അങ്ങനെ ഞാനത് സന്തോഷത്തോടെ വായിച്ചതിന് ശേഷം ഞാൻ കർത്താവിന് അങ്ങനെ അതിനകത്തെ പല ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അപ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ കാൽവറി, അതിനെപ്പറ്റി യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ആഴമായിട്ട് സ്പർശിച്ചു. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. ആ പ്രാർത്ഥന വേളയിൽ കർത്താവ് എന്നിലെ നിരാശ എടുത്ത് കളഞ്ഞ്, എന്നിട്ട് ദൈവിക പ്രത്യാശയിൽ എന്നെ നിറച്ചിട്ട് പറഞ്ഞ് യേശുവിൻ്റെ സാക്ഷിയാണ്. അങ്ങനെ എനിക്കൊരു ലക്ഷ്യബോധം കിട്ടി. അപ്പൊ അതിൽ പിന്നെ എനിക്ക് ബൈബിൾ വായനയോടും പ്രാർത്ഥനയോടും. ആ പുസ്തകം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമായിരുന്നു അല്ലേ? ഒരു സത്യാന്വേഷിയുടെ കഥ. ഡോക്ടർ ഏഴംകുളം സാൻകുട്ടി എഴുതിയ ഏഴംകുളം സാൻകുട്ടി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ വഴിയിലൂടെ പോയ സാഹചര്യത്തിൽ നിന്നും കറക്റ്റായിട്ട് വരുന്ന നമ്മുടെ മനസ്സും ഷിജിയുടെ മനസ്സിങ്ങനെ പാളം തെറ്റി എന്ത് ചെയ്യണമെന്നൊരു ലക്ഷ്യം സമയത്താണ് ആ പുസ്തകം അതുപോലെ തന്നെ ഒരു അനുഭവം ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു തക്ക സമയത്ത് ആ പുസ്തകം എൻ്റെ അരികിൽ കർത്താവ് എത്തിച്ചു. അതൊരു നോവലായിരുന്നു. അതിനകത്ത് യഥാർത്ഥ വ്യക്തികളും ഉണ്ട്. അപ്പൊ അതങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്കത് ആ നിരാശ അതോടുകൂടി മാറിപ്പോയി. പലപ്പോഴും നമ്മൾ ഗൗരവമായി കാണാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ പല ഷിജിമാർ ഇതുപോലെ കണ്ടെന്ന് വന്നേക്കാം. അവരുടെ ജീവിതത്തിൻ്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒന്ന് ചെന്ന് ഒരു പുസ്തകമോ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം എന്തെങ്കിലും ഒരു ദൗത്യം നിർവഹിക്കാനായിട്ട് നിയോഗം കിട്ടി, അത് കൃത്യസമയത്ത് ചെയ്താൽ ഷിജിയുടെ ജീവിതത്തിലെ നിരാശ മൂടി പാളം തെറ്റിപ്പോയിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും യഥാർത്ഥ പാളത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത് പോലെയുള്ള സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന സൂചനയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഈ രൂപാന്തരം അല്ലെങ്കിൽ പരിവർത്തനം, ഈ വഴി നേരെയാക്കൽ എന്ന ഈ സന്ദേശം നമ്മളോട് പങ്കുവെക്കുന്നത്. ഷിജി തുടരെ. അങ്ങനെ കർത്താവ് നിരാശ മാറ്റി. അപ്പോൾ അന്ന് എനിക്കുണ്ടായ ആ നിരാശയിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നിരാശയ്ക്കും സങ്കടത്തിനും ഒക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതിൻ്റെ ശരിയായ ഉത്തരം നമുക്കറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ശരിയായ ഉത്തരം അറിയാവുന്ന കർത്താവിൻ്റെ തിരുമുഖം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് അതിൻ്റെ ശരിയായ ഉത്തരം നമുക്ക് ലഭിക്കുകയും നമ്മുടെ ഹൃദയം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയുമെന്ന് എനിക്ക് കൃപയാൽ അത് അനുഭവിച്ചറിയാൻ ഇടയായി. പിന്നെ അതിനുശേഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അറിഞ്ഞില്ല, പിന്നെ ആ ഒരു അനുഭവം കവിതയായി വരുന്നു ഒരിക്കലും ഞാൻ അന്ന് പ്രതീക്ഷിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയതിന് ശേഷം അതിൽ നിന്നൊരു കവിത എഴുതുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. രുചിച്ചറിഞ്ഞ മധുരിമ സ്നേഹം ആ അനുഭവത്തിൽ നിന്ന് എത്തിയത്. ആ കവിത എനിക്കറിയാവുന്ന വിധത്തിൽ ഒന്ന് ചൊല്ലാം. എന്തുകൊണ്ടിത്തരം ഒരവസ്ഥ നേരിട്ടുവെന്ന് നിരാശയിൽ നിന്നും പൊങ്ങി വന്നതാ. അവളുടെ ചോദ്യത്തിന് ഉത്തരവുമായി ചാരേ എത്തി പ്രത്യാശയും ജീവമൊഴികളുമായി ക്രിസ്തേശുനാഥൻ. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന അവൾ തൻ ഹൃദയത്തിൻ മുറിവുകളെ തൊട്ടുതലോടി സാന്ത്വനത്തിൻ സൗഖ്യമേകി ആത്മവൈദ്യനാ ശ്രീയേശുനാഥൻ. കാൽവറിയാഗത്തിൻ വെളിപ്പാട് നൽകി ദൈവസ്നേഹത്തിനാഴമതിൻ ദർശനവും അവൾക്കേകി മനസ്സലിവിൻ മഹാദൈവമാ സ്വർഗദാതൻ. മരണമില്ലാ ദൈവരാജ്യത്തിൻ സുവാർത്താദൂതും അവൾക്കു ലഭിച്ചു. നുകർന്നു അവൾ ദൈവസ്നേഹത്തിൻ മധുരിമേ. ജീവന്റെ നാട്ടിലേക്കുള്ള വഴികാട്ടിയായി അവൾക്കു മുൻ നടന്നു വഴിയും സത്യവും ജീവനും വെളിച്ചവുമായ യേശുനായകൻ.
ഗുരുവായി സഖിയായി തുണയായി ബലമായി ധൈര്യമേകി അവൾ തൻ കൂടെ പാർത്തു. ആശ്വാസപ്രദന പരിശുദ്ധാത്മാവാം കാര്യസ്ഥനും ചങ്കിലെ ചോര കൊടുത്തു ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി. നീ എനിക്കുള്ളവൾ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എൻ സാക്ഷിയും കൂട്ടവകാശിയും എൻ കൂടെ നിത്യകാലം വാണിടുവാനുമായി എന്ന യേശുനാഥന്റെ വായ്ത്തത്തങ്ങളിൽ തൻ ഭാവി കാലമോർത്തവൾ പുഞ്ചിരി തൂകിടുന്നു. ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത അവളുടെ പ്രാണന്റെ നാഥൻ കവിതകളായി മധുര സംഗീതങ്ങളായി സ്നേഹത്തിൻ ദിവ്യവചസ്സുകളായി വിടർന്നു അവൾ തൻ ഹൃത്തടത്തിൽ ആനന്ദമേകിയിടുന്ന മനോഹര വസന്തകാലം പോലെ. എത്ര മനോഹരമാ ഷിജി, എത്ര അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വരികളാണ് അതിനകത്ത്. എന്താ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ എല്ലാമായിട്ടുള്ള പ്രാണസ്നേഹിതൻ കർത്താവ് കൂടെ പാർത്തൊരു കൂട്ടുകാരനായിട്ട് ഗുരുവായിട്ട് എല്ലാമായിട്ട് കൂടെ നിന്നതുകൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, ഉള്ളിലും പുഞ്ചിരി പുറമേയും പുഞ്ചിരി, ഇത്രമാത്രം ശാരീരിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ബാക്കി പറഞ്ഞു ഷിജി. അപ്പം ആ കവിത, ആ ഓർമ്മകളും അന്നത്തെ ആ അനുഭവമാണ് കവിതയായിട്ട് പറഞ്ഞത്. കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ടല്ലേ? ഉണ്ട്. കർത്താവിന്റെ കൃപയാലെ 25 കവിതയോളം എഴുതി. 25 കവിതകൾ എഴുതി. എഴുതിയ കവിതകൾ വല്ലതും ഈ പുറത്ത് വന്നിട്ടുണ്ടോ? റെക്കോർഡ് ചെയ്ത് വന്നിട്ടില്ല. പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രിന്റ് ചെയ്തു വിവിധ പ്രിന്റ് ചെയ്ത് പല മാസികകളിലും പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ അതുപോലെ പാട്ടുകളും ഉണ്ട്. പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കവിതകൾ പലതും പ്രിന്റ് ചെയ്ത് മാസികകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കവിതകളൊന്നും ആരും റെക്കോർഡ് ചെയ്ത് ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ? അതിനൊക്കെ ആരെങ്കിലും കൂടെ വേണം, നമുക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റത്തില്ല. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഒക്കെ കാര്യങ്ങള് ഷിജിയുടെ കൂടെ ചേരാൻ കൂടെ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പറഞ്ഞു. അങ്ങനെ 25ഓളം കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, കർത്താവിന്റെ കൃപയാൽ 14ഓളം പാട്ടുകൾ എഴുതി. 14ഓളം പാട്ടുകൾ എഴുതി. അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. അത് വേറൊരു രീതിയായോണ്ട് അത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ എഴുതിയേക്കുന്നതാണല്ലോ. ആരെങ്കിലും ഒക്കെ ഒന്ന് മനോഹരമാക്കിയാൽ നമുക്ക് മനോഹരമായ പാട്ടുകളായിട്ട് പുറത്തു വരും അല്ലേ? അപ്പോൾ ഏകദേശം 39-40ഓളം ഈ സംഗീത രംഗത്ത് തന്നെയുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിനോടകം ദൈവം ഈ 7ാം ക്ലാസ്സുകാരി ഈ 90% അല്ലേ ശാരീരിക വൈകല്യമുള്ള? എങ്ങനെ അല്ല, എന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് വർഷം ചെല്ലും തോറും ഈ രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെ കൂടി വരുന്ന ഒരേ ലെവലല്ല. അപ്പോഴ് ഇപ്പഴാണ് എനിക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കണം, മമ്മി വരണം, ഇവിടെ നിന്ന് നീങ്ങണമെങ്കിൽ മമ്മി വരണം. അതുമല്ല, എന്റെ താടിക്ക് ഇങ്ങനെ പിടിക്കണം. ഇതിപ്പോ ഞാൻ ചാരി ഇരിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. താഴോട്ട് പോകും. ഒരു ബാലൻസിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അല്ലാതെ എവിടെയെങ്കിലും ചെന്നിരുന്നാ പറ്റത്തില്ല. അതേപോലെ കിടന്നു കഴിഞ്ഞാല് തന്നെ എഴുന്നേക്കാൻ ഒക്കത്തില്ല, തിരിഞ്ഞു കിടക്കാൻ ഒക്കത്തില്ല. അപ്പൊ മമ്മി വേണം എഴുന്നേപ്പിച്ചിരുത്താന്. നേരെ കിടക്കണമെങ്കിൽ മമ്മി കിടത്തണം. പിന്നെ പല്ല് തേക്കുമ്പോഴൊന്നും മുഖം കഴുകാനോ ഒന്നും കൈ ഇങ്ങനെ ഇല്ല, ഭാരമുള്ള എന്നും എടുക്കാൻ ഒക്കത്തില്ല. കൈക്ക് വിറയലുണ്ട്, മെലക്കുറവുണ്ട്. പിന്നെ പേന പിടിക്കാം, പെൻസിൽ പിടിക്കാം, ബുക്ക് പിടിക്കാം. അധികം ഭാരമില്ലാത്തൊക്കെ പിടിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു കഴിവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബാക്കി ഒന്നും പറ്റുന്നില്ല, സ്വന്തമായി ചെയ്യണമെന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹൃദയത്തിൽ ദൈവം തരുന്ന കാര്യങ്ങൾ എഴുതാൻ ഇന്നും. അത് ചിലപ്പം എനിക്ക് ഇരുന്ന് എഴുതാൻ വയ്യാങ്കിൽ ഞാൻ കിടന്നു എഴുതും. ഷിജിയുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ കാണുന്ന അതിമനോഹരമായ അച്ചടി ഹാൻഡ് റൈറ്റിംഗ് ആണ് ഷിജിയുടെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എന്നെ മമ്മിക്ക് തന്നെ എടുത്ത് ഇറക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഒപ്പം മമ്മിങ്ങളാണ് താഴെ ഇറക്കുന്നത്. പിന്നെ വീൽ ചെയറിലും കസേരയിലും ഒന്നും ഇരിക്കാനൊക്കുന്ന ഒരു ശാരീരിക അവസ്ഥ അല്ല. അപ്പം മമ്മി എന്നെ എടുത്തെന്ന് വെച്ചാൽ ഈ പഴയ പായ് ഇങ്ങനെ നമ്മൾ തലങ്ങണ പോലെ ഉണ്ടാക്കിയിട്ട് അത് കവർ ചെയ്ത് അത് ചാക്കൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് അതേലിരുത്തി നീക്കി കൊണ്ടുപോയിട്ടാണ് എന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് സാഹചര്യം. ഒത്തിരി മണിക്കൂറുകൾ എടുത്തേ ഒന്ന് ഫ്രഷ് ആവാൻ പറ്റത്തുള്ളൂ. ചെയ്യാം. ആരോഗ്യമുള്ളൊരു സെക്കൻഡുകൾ കൊണ്ട് ചെയ്യുന്നത് ഞാൻ മണിക്കൂറുകൾ എടുത്ത എന്റെ കാര്യങ്ങളൊക്കെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ സമയം വേണം.
അല്ല, എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഉച്ചയൊക്കെ ആവും. അപ്പോഴത്തേന് ശരീരം നല്ല ക്ഷീണാവസ്ഥയിലാവും. പിന്നെ ഞാനൊന്ന് ഉറങ്ങി തെളിഞ്ഞു കഴിയുമ്പോഴാണ് ശരീരം ഇച്ചിരി ഒന്നും ഇതാവുന്നത്. അപ്പൊ ആ സമയത്തിനാണ് ബൈബിൾ വായന, എഴുത്തും പ്രാർത്ഥനയും രാത്രിയിലൊക്കെ പ്രാർത്ഥന. ആഹാരമൊക്കെ എങ്ങനെയാ? ആഹാരം കുഴപ്പമില്ല. അത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, എടുത്ത് വാരിത്തരണം. അല്ല, എടുത്ത് കഴിക്കും. പിന്നെ ശരീരപ്രയാസം ചില സമയത്ത് കൂടുവാണെങ്കിൽ അമ്മ വാരിത്തരും. ഓക്കെ. അങ്ങനെ ഈ കട്ടലിരുന്നുകൊണ്ട് നമ്മൾ ഈ കവിത എഴുതി പിന്നീടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഈ ബൈബിൾ വായനയോടും പ്രാർത്ഥനയോടും പ്രിയമായിട്ട് ഞാൻ രാത്രിയിലൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് 2015 അപ്പൊ കർത്താവ് എന്നോട് അരുളി ചെയ്ത്, എന്നോട് കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പം മത്തായി 7:21 വാക്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന ഏപ്രിൽ 23 വ്യാഴം എന്ന് പറഞ്ഞു. അതിനുശേഷം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. പിന്നെ ഒരു തീയതിയും കൂടെ തന്നു, ആഗസ്റ്റ് 10 തിങ്കൾ. അപ്പൊ രാത്രിയാണ്. അപ്പം എല്ലാരും ഉറക്കത്തില്ല, ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ ഇത് ശരിയാണോ നോക്കണമല്ലോ. അപ്പൊ അന്ന് എൻ്റെ കയ്യിലൊരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി, ഏപ്രിൽ 23 വ്യാഴമാണോ? കറക്റ്റ് ഏപ്രിൽ 23 വ്യാഴം തന്നെ. അതേപോലെ ആഗസ്റ്റ് 10 തിങ്കളാണെന്ന് നോക്കി, അത് ആഗസ്റ്റ് 10 തിങ്കൾ തന്നെ. അങ്ങനെ കർത്താവ് പറഞ്ഞതിന് പ്രകാരം അന്ന് പ്രാർത്ഥന സഭയിൽ പറഞ്ഞ് വച്ചു. അപ്പൊ ആ ആഴ്ച ഞാനിങ്ങനെ തിങ്കളാഴ്ച, അന്നേരം ആ ആഴ്ചയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല ന്യൂനമർദ്ദം എങ്ങാണ്ട് കയറിക്കൊണ്ടിട്ട്. അപ്പൊ തിങ്കളാഴ്ച ആ ആഴ്ചയിൽ പ്രാർത്ഥന വെച്ചിരിക്കുന്ന സാഹചര്യം. വ്യാഴാഴ്ച പ്രാർത്ഥന ഏപ്രിൽ 23. അപ്പൊ ആ ആഴ്ചയിൽ തിങ്കളാഴ്ച. അപ്പൊ ഞാനിവിടെ കിടന്ന് ഉറങ്ങിയപ്പോ ഞാൻ കണ്ടൊരു ദർശനം. അപ്പൊ നല്ല പ്രകാശമുള്ള ഒരു ആകാശത്ത് വൃത്തനായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അപ്പൊ ഈ പുരോഹിതന്മാരൊക്കെ ധരിക്കുന്ന വേഷം പോലുള്ള ഒരു വേഷം ഇട്ടുണ്ട്, കാൽപാദം വരെ ഇറക്കമുള്ള. അപ്പൊ ആ കാഴ്ച ഞാൻ ഇനി അമ്മയെ വിളിച്ച് കാണിക്കുക, ജനാലയിലൂടെ കാണിക്കുക, അമ്മേ അങ്ങോട്ട് നോക്ക് കണ്ടോന്നും പറഞ്ഞ് സന്തോഷത്തോടെ കാണിക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്തുവാന്ന് മനസ്സിലായില്ല. സ്വപ്നത്തിന്റെ അർത്ഥം എന്തുവാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥന വെച്ചു. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ പിന്നെ എനിക്കിങ്ങനെ മഴയുടെ ഇത് TV-ക്കകത്ത് പറയുക, ഈ ആഴ്ച മൊത്തം മഴയാ. അന്നേരം ഞാൻ കർത്താവ് ഇങ്ങനെ മഴയാണെങ്കിൽ വ്യാഴാഴ്ച എല്ലാവർക്കും ഇങ്ങനെ വന്നു സംബന്ധിക്കാൻ പറ്റുന്നേ. അപ്പൊ ഇത് ഞാൻ ചിന്തിച്ചപ്പോ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത തന്നു. വിശ്വാസം എന്ന് പറയുന്നത് സാഹചര്യത്തിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ഒന്നാണല്ലോ. അപ്പൊ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തില് TV പറഞ്ഞ് ഈ ആഴ്ച മൊത്തം മഴയാണ്. കർത്താവിന്റെ കൃപയാല വിശ്വാസത്താല് ഞാൻ അതിന് വിപരീതമായിട്ട് നല്ല വെയിലും വെട്ടമുള്ള അന്തരീക്ഷം കാണുകയും എന്നിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിച്ചതും ഇപ്രകാരം പ്രാർത്ഥിച്ചു. കർത്താവെ, പ്രവാചകനായ ഏലിയാവ് പറഞ്ഞപ്പോൾ അങ്ങ് മഴയെ നിർത്തിയല്ലോ. ഏലിയാവ് ഇന്ന് ഭൂമിയിലില്ല, പക്ഷെ ഏലിയാവിന്റെ ദൈവം തന്നെയാണല്ലോ എന്റെ ദൈവവും. അപ്പൊ എന്റെ ദൈവം അവിടെ ഉണ്ടല്ലോ. അപ്പൊ വ്യാഴാഴ്ചയല്ല പ്രാർത്ഥന, കർത്താവ് ബുധനാഴ്ച അങ്ങ് നിർത്തിയേക്കണേ, നല്ല വെയിലും മട്ടും. അപ്പൊ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുകയും ജീവനുള്ള ദൈവം ബുധനാഴ്ച മുതൽ നല്ല വെയിലും വെട്ടമുള്ള നല്ല അന്തരീക്ഷം തന്ന് വ്യാഴാഴ്ച ആ അന്തരീക്ഷത്തെ നിലനിർത്തി. അങ്ങനെ ചർച്ചിലുള്ള എല്ലാവരും വന്നു അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നടത്തി. ഏപ്രിലിലെ വ്യാഴാഴ്ച. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിനം പെരുമഴ വീണ്ടും പുനരാരംഭിച്ചു. അപ്പോഴും സ്വപ്നം ഞാൻ ഓർത്തു. കർത്താവ് കാണിച്ച കാര്യം എന്ന് പറഞ്ഞത് ആ നല്ല പ്രകാശമുള്ള ആകാശം കാണിച്ചത് പ്രാർത്ഥനയ്ക്ക് നല്ല അന്തരീക്ഷം തരുമെന്നു. അപ്പൊ പ്രായമുള്ള വൃത്തനായ മനുഷ്യനെ കാണിച്ചത് ഏലിയാവിനെ കുറിച്ചാണ്. ആ ഏലിയാവിനോടുള്ള വചനം ഓർത്ത് കർത്താവ് ആ വചനം എനിക്ക് ദർശനത്തിലൂടെ കാട്ടി തന്നതാ.
നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ എന്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്നെ അതും കൂടെ പഠിപ്പിക്കുമായിരുന്നു. സൗഖ്യം മാത്രമല്ല, വിശ്വാസം എന്തും കൂടെ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ആഗസ്റ്റ് 10 തിങ്കളാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നടന്ന് അതിനുശേഷം ഞാൻ ശാരീരികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന മറ്റൊരു രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് എനിക്ക് പരിപൂർണ സൗഖ്യം തന്നു. ഈ ഉപവാസ പ്രാർത്ഥന തുടർന്ന് ഉപവാസ പ്രാർത്ഥന, ഈ 2 ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പൊ പലപ്പോഴും മരുന്ന് കൊണ്ട് മാറാതിരുന്ന രോഗം, ഒരു വശം മരണം വരെ എന്നെ കൊണ്ടുപോകാറുന്ന ആ രോഗം കർത്താവ് മാറ്റിത്തന്നു. പിന്നെ ആ ഒരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമെങ്കിൽ കർത്താവിന്റെ സഹായഹസ്തം നമ്മുടെ കൂടെ കാണും. പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കിത്തിരിക്കും. ഇതാണ് ഒരനുഭവം. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയ അനുഭവം, കർത്താവിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ, കർത്താവിന്റെ വാക്ക് അതുപോലെ വിശ്വസിക്കുവാണെങ്കിൽ കർത്താവ് നമ്മൾ അങ്ങനെ കൈപിടിച്ചു. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് സഹായിച്ചിരിക്കും. ചിലപ്പോ നമ്മൾ അറിയത്തില്ല എന്താ കർത്താവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല കർത്താവ് ഈ ഒരു സൗഖ്യം തരാനാണ്. അങ്ങനെ വലിയൊരു വിടുതല് നമുക്ക് ചില രോഗങ്ങളൊക്കെ ശരീരത്തിലുണ്ടെങ്കിലും ചില വേദനാകരമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് മാറ്റി കിട്ടി അതെ ഈ കാലഘട്ടത്തിന്റെ ഇടയില്. അതെ. അപ്പൊ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ചെയ്യുക, ബാക്കി കർത്താവ് വിശ്വസിക്കാന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, പ്രാർത്ഥന വെക്കാൻ പറഞ്ഞു, വെക്കുക, ബാക്കി കാര്യം കർത്താവിന്റെ കാര്യങ്ങളിൽ. അത്ഭുതകരമായിട്ട് ചെയ്തു. മറ്റനുഭവം അതുപോലെ തന്നെ. മറ്റൊരനുഭവം എന്ന് പറഞ്ഞാല്, പിന്നെ ആദ്യമൊക്കെ ഞാൻ എങ്ങും അങ്ങനെ കുറെ നാൾ പ്രാർത്ഥനയ്ക്കൊന്നും കുറച്ച് ശാരീരിക പ്രയാസം പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ TV-ക്കകത്തൂടായിരുന്നു പ്രസംഗങ്ങളും എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് TV ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത് കേടായി. അപ്പൊ അത് നന്നാക്കാൻ കൊടുത്തപ്പോഴും പറഞ്ഞ് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അങ്ങയുടെ വചനം കേൾക്കാനാ, എനിക്ക് പോയി കേൾക്കാനൊക്കത്തില്ല, എനിക്കൊരു TV തരണം. പിന്നെ അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുണ്ടായ മറ്റൊരു സാഹചര്യവും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പവർവിഷൻ ഹാർവെസ്റ്റിലൊക്കെ ഞാൻ ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങളും പ്രസംഗമൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു സംഗീത ഉപകരണം നല്ല വിലയുള്ളതാ, പക്ഷെ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ചെന്നിരുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് ആ സംഗീത ഉപകരണം കൊടുത്തു. അപ്പൊ ഈ TV-യുടെ വിഷയം വന്നപ്പോഴ് ഇതെന്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നു. കർത്താവ് അത് കൊടുത്തല്ല. പെട്ടെന്ന് ആ വചനത്തിന്റെ ആ ശക്തി, ആരാ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല, എപ്പോഴോ കേട്ട് അത് ഹൃദയത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് TV വേണം. കുറച്ച് ദിവസം അത് പ്രാർത്ഥന കഴിഞ്ഞ് അധികം ദിവസമായില്ല, അതിനുമുമ്പ് കർത്താവിന്റെ ഒരു ശ്രേഷ്ഠദാസനും കുടുംബവും എന്നെ കാണാൻ വന്നപ്പോൾ ഷിജിക്ക് ഒരു പ്രസന്റേഷൻ സമ്മാനം കൊണ്ടുവന്ന് പറഞ്ഞ് ഒരു TV കൊണ്ടുവന്നു. ഇന്ന് നിത്യതയിലായിരിക്കുന്ന സിസിലങ്കളും കുടുംബമായിരുന്നു അന്ന് വന്നത്. ആ TV ആണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ TV ആണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അത് ശരിക്കും ദൈവം അവരെ കാണിച്ചു കൊടുത്തു. എങ്ങനെ അതിന്റെ സംഭവം എല്ലാം പറഞ്ഞു, എങ്ങനെയാണ് അവർക്കത് ഈ കൊണ്ടുതരാൻ തോന്നിയതിന്റെ കാരണം? ഷിജിയുടെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ സിസിൽ അങ്കിളിന്റെ പിന്നെ ആന്റിയുടെ ബിജി സിസിൽ ആന്റിയുടെ ചേട്ടത്തി പാസ്റ്റർ, ഞങ്ങളുടെ ലോക്കൽ പാസ്റ്റർ, അപ്പൊ അവര് വല്ലതും സംസാരിച്ചു കാണും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ് അതേ അറിയത്തില്ല. അപ്പൊ അവർക്ക് തോന്നി, അപ്പൊ എനിക്ക് പ്രസംഗം കേൾക്കാന് കൊണ്ടുതരണമെന്ന് ദൈവം അവരോട് ഇടപെട്ടു. ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടുമില്ല. അതെ അതെ. അത്ഭുതകരമായിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ച സമ്മാനം ദൈവത്തോട് ആവശ്യപ്പെട്ടത് കൊണ്ടു തന്നു. അപ്പൊ ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതെ, ചെറിയ കാര്യം എന്നാലും വലിയ കാര്യം എന്നാലും കർത്താവിൽ ആശ്രയിക്കും, കർത്താവിനോട് പറ. അങ്ങനെയാണ്
ആ ഒരു കാലഘട്ടം ഒരു അനുഭവം മുന്നോട്ട് പോയത്. അതുപോലത്തെ ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഓരോ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോഴും ഉണ്ട്. വേറെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും അനുഭവം ഇതുപോലെ? ഇപ്പോൾ 7ാം ക്ലാസ് പഠനം കഴിഞ്ഞ് പിന്നെ 24 വർഷങ്ങൾ. അപ്പം എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചാൽ ഈ വർഷങ്ങൾ കടന്നു പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ്, എങ്ങനെ ആയിരിക്കുന്നു, അവർ സന്തോഷമായിട്ടിരിക്കുന്നു, അവരെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആഗ്രഹത്തെക്കുറിച്ചൊന്നും ഞാൻ ആരോടും പറയാതെ ഹൃദയത്തിൽ തന്നെ വെച്ചു. പക്ഷെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ, ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ് ഞാൻ നിരൂപിച്ചതിലും അത്യന്തം പരമായിട്ട് എനിക്ക് ചെയ്തു തന്നു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല്, അന്ന് ഒരു കോവിഡിന്റെ സമയമായിരുന്നു. അപ്പൊ കോവിഡിന്റെ സമയമായിരുന്നപ്പോഴേ എൻ്റെ കൂട്ടുകാരൊക്കെ അവര് തമ്മിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ സംസാരിച്ചപ്പോ എൻ്റെ ഒരു സഹപാഠി രാജേഷ് എന്ന പേര് പറഞ്ഞ ഒരു സെന്റ് പോൾസ് UP സ്കൂളിലും പറഞ്ഞൊരു ഓർമ്മക്കുറിപ്പ് എഴുതി. അപ്പൊ അതിൽ എന്നെ കുറിച്ച് എഴുതി. നമ്മുടെ കൂടെ പഠിച്ചതാ ഷിജി 7ാം ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ അവൾ എന്ത് ചെയ്യാൻ, അവളുടെ ജീവിതം എങ്ങനായി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പപ്പ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകുന്ന അനുഭവങ്ങള്, ഞാൻ ബെഞ്ചിലിരിക്കുന്ന കാര്യങ്ങള് ഒക്കെ എഴുതിയിട്ട്, അപ്പൊ ആ ഷിജി ഞങ്ങള് ഇതുവരെ നിന്നെ അന്വേഷിച്ചില്ല മാപ്പെന്നും പറഞ്ഞോണ്ട് ഇതൊക്കെ ഇട്ട് ഇത് വായിച്ച മറ്റു കൂട്ടുകാരെ ഉണർത്തിച്ചത് എന്നെ കുറിച്ച് അവർ ഓർക്കാനിടയായി. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമീപത്ത് തന്നെ മറ്റൊരു സഹപാഠി ഉണ്ടായിരുന്നു എൻ്റെ. അപ്പൊ അവൾ ലിൻസി എന്ന പേര്. അന്നേരം ഈ ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പൊ വോട്ട് ചോദിക്കാൻ വന്നപ്പോഴ് എൻ്റെ വീട് ഇവിടാന്ന് അറിയുന്നേ അങ്ങനെ. അപ്പോൾ അന്ന് വീട് അറിയുന്നു, ഇവിടെ അടുത്തുണ്ടെങ്കിലും ഞാൻ ഇവിടാന്ന് അറിയത്തില്ല, ഇവിടെ വീടെന്ന്. അപ്പൊ വന്നു. അപ്പൊ എന്നെ കയറി കണ്ടതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഓർത്തു കരയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഞാനിവിടാന്നറിഞ്ഞപ്പോ എന്നെ ഷിജി എന്തെന്നൊക്കെ തിരക്കിയപ്പം ലിൻസി പറഞ്ഞ് എനിക്കറിയാം ഷിജി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ച് ഷിജിക്ക് എന്തോ കൊണ്ട് കൊടുക്കുന്നേ. അപ്പോൾ ഒരു ഫോണാ. അപ്പോൾ ഇത് വന്ന് കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ചെറിയൊരു ഫോണാ ഉള്ളത്. അപ്പോൾ അവര് തമ്മിൽ അവിടെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവര് കൂട്ടുകാരിങ്ങോട്ട് വരാൻ നേരത്ത് പപ്പയോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ആ സഹപാഠി വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഷിജിയെ കാണാനാ വരുന്നത്, പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാ വരുന്നേ. പക്ഷെ മറച്ചു വെച്ച് എന്തോന്ന് വെച്ചാൽ എനിക്ക് സർപ്രൈസ് തരാനായിട്ട്. പക്ഷെ കർത്താവ് എന്തോ ചെയ്തെന്നറിയാമോ? എൻ്റെ കൂട്ടുകാർ വരുന്നതിന് മുമ്പ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു. അപ്പൊ അന്ന് കാണിച്ച സ്വപ്നം എന്ന് പറയുന്നത്, എനിക്ക് എന്നെ നല്ലവണ്ണം പരിചയമുള്ള കുറച്ചു പേര് എൻ്റെ അടുക്കൽ വന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയും ഹസ്തദാനം തരികയൊക്കെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നല്ല പരിചയം ഉണ്ടെന്നറിയാം. അപ്പൊ അവര് വന്ന് കണ്ടപ്പോഴ് എൻ്റെ അനുഭവം അങ്ങനെ ആയിരുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത്. അതപ്പോ കർത്താവിന്റെ ദൃഷ്ടിയിലൊന്നും മറവല്ല. കർത്താവ് എനിക്കത് അവര് വരുന്നെന്നുള്ളത് അറിയിച്ചു. അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഈ ഫോണിനെ കുറിച്ച് എനിക്കൊരു സ്വപ്നം കാണിച്ചു. അപ്പൊ ഒരു ടച്ച് സ്ക്രീൻ ഫോൺ, അതിനകത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഏവർക്കും സുപരിചിതമായൊരു പാട്ട് ഞാൻ 2 വരി എഴുതി കാണിച്ചു. അത് ഈ പാട്ടായിരുന്നു. ഓട്ടക്കളത്തിലോടുന്നോരാനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. അപ്പൊ കർത്താവിന് അത് തന്നതിലൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാരെന്നെ കാണാൻ വന്ന് ഇതറിഞ്ഞപ്പോൾ അപ്പൊ ഫോണ് ഞാനിതൊന്നും അറിയുന്നില്ല, പക്ഷെ അവരിത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. അപ്പൊ രാജേഷ് എന്നും പറഞ്ഞ എൻ്റെ ഒരു സഹപാഠിയാണ്. ഞാൻ അന്നാ കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വാങ്ങിച്ചു തന്നു. ഫോൺ വാങ്ങിച്ചു തരുക മാത്രമല്ല, ഇത്രയും നാള് റീചാർജ് ചെയ്ത് തരുന്നതും ആ സഹപാഠി തന്നെയാണ്.
അപ്പൊ ഇനി നമുക്ക് ഫോണിന്റെ ബാക്കി കഥയിലോട്ട് വീണ്ടും കടക്കണം. നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ആ ഷിജിയുടെ ചെറിയ ലോകത്ത് ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ എത്ര വർണ്ണനാതീതമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. രാജേഷ് എന്ന് പറയുന്ന ആ സഹപാഠി എവിടെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് രാജേഷിനെ അനുമോദിക്കുകയാണ്. അതുപോലെ സ്വർഗത്തിലെ ദൈവത്തോടെ ഷിജിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, എനിക്കെങ്ങും ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ കേടായിപ്പോയി ടി വിക്ക് പകരം എനിക്ക് മറ്റൊരു സംവിധാനം ഒരുക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന സ്വർഗത്തിലാണ് പ്രാർത്ഥിച്ചതെങ്കിലും അതിന് നിയോഗം വയനാട്ടിലുണ്ടായിരുന്ന പാസ്റ്റർ സിസിൽ ചീരനും തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ബിജി സിസിലുമൊക്കെ, അവർ UK ബേസ്ഡാണ്, പക്ഷേ ആ കാലത്ത് അവരിവിടെയായിരുന്നു. ആ സമയത്ത് അവർക്കത് മനസ്സിലാവുകയും അവർ ആ സ്നേഹസമ്മാനമായിട്ട് ഇവിടെ വന്ന് അത് കൈമാറി. ഒരു പക്ഷേ ബിജി സിസ്റ്ററൊക്കെ ജീവിതത്തിലെ ചെറിയ ഒരു സമ്മാനമായിരിക്കും അന്ന് കൈമാറിയത്. എന്നാൽ അത് ഷിജിയുടെ ജീവിതത്തിലെ എത്ര വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബിജി സിസ്റ്ററിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് ഷിജിമാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഷിജിമാരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന്, ആ ജീവിതത്തിലേക്ക് സ്നേഹസ്പർശം നൽകുന്നതിന് നമ്മൾ ഓരോരുത്തരും ഇടപെടേണ്ടെന്ന ആവശ്യകത കൂടി തൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിമിതികൾക്കപ്പുറത്തേക്ക് ദൈവസ്നേഹത്തിൽ വിശാലമായ അർത്ഥത്തിൽ ജീവിക്കാൻ കൊതിക്കുന്ന ഇത്തരം ഷിജിമാരെ ഓർക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഷിജി പറഞ്ഞു നിർത്തിയിട്ടില്ല. ഷിജിയുടെ ജീവിതത്തിലെ കവിതകൾ ഏകദേശം 19, പാട്ടുകൾ ഏകദേശം 15, 39ഓളം അനുഗ്രഹിക്കപ്പെട്ട സംഗീത മേഖലയിലെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതിനപ്പുറത്തുമുള്ള സംഭാവനകളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും പോകും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് ഷിജിമാർ ഇതുപോലെ ഉണ്ടാകും. ഷിജിമാരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷിജിയുടെ അനുഭവങ്ങൾ നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നുണ്ട്, കരുത്ത് പകരുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട് എന്ന് കരുതുകയാണ്. ഷിജിയെപ്പോലുള്ളവരെ, അത്ഭുതകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരെ നമുക്ക് വീണ്ടും അടുത്തറിയാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തേടുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള അത്ഭുതകരമായ ജീവിതം നയിക്കുന്നവരെ ഞങ്ങളുമായി പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതം അടങ്ങുന്ന അത്ഭുതം ഈ ജീവിതം എന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക പരമ്പര എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക് ഗുഡ് ന്യൂസ് ലൈവിൽ നമ്മൾക്ക് കാണാവുന്നതാണ്.